ഇന്ത്യ സഖ്യത്തിനെതിരെ ആഞ്ഞടിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവരെ ഭയക്കുന്നില്ല എന്നും ജനങ്ങളിൽ നിന്നും അവർ കൊള്ളയടിച്ച പണം ജനങ്ങൾക്ക് തന്നെ തിരികെ കൊടുക്കുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഇന്ത്യയെ വികസിത രാജ്യമാക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് വരുന്നത്. രാജ്യത്ത് സംഭവിക്കില്ല എന്ന് കരുതിയ പലതും NDA സർക്കാർ നടപ്പാക്കിയിട്ടുണ്ടെന്നും മോദി വ്യക്തമാക്കി. മീററ്റിൽ NDAയുടെ തിരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കുന്നത് കൊണ്ടാണ് ചിലർ ഭയക്കുന്നത്. എന്റെ പോരാട്ടം അഴിമതിക്കെതിരെയാണ്. അതുകൊണ്ടാണ് ചിലർ ഇന്ന് അഴിക്കുള്ളിൽ ആയിരിക്കുന്നത്. അഴിമതി നടത്തിയവർ എത്ര വലിയവർ ആയാലും അവർക്കെതിരെ നടപടി സ്വീകരിക്കും. അഴിമതിക്കാർക്കെതിരെ നടപടിയെടുക്കുക മാത്രമല്ല ചെയ്യുന്നത്. എന്റെ രാജ്യത്തെ ജനങ്ങളെ കൊള്ളയടിച്ചവർ ആരായാലും അവർ മോഷ്ടിച്ച സമ്പത്ത് ജനങ്ങൾക്ക് തിരികെ നൽകുമെന്ന് എന്റെ ഉറപ്പാണ്, മോദി പറഞ്ഞു. സംഭവിക്കില്ലെന്ന് കരുതിയ പലതും NDA സർക്കാർ നടപ്പിലാക്കി. അയോധ്യയിൽ ഇക്കുറി രാംലല്ലയും ഹോളി ആഘോഷിച്ചു. മുത്തലാഖ് നിരോധിച്ച് മുസ്ലിം സ്ത്രീകളുടെ അവകാശം സംരക്ഷിച്ചുവെന്നും മോദി മീററ്റിൽ പറഞ്ഞു. ഇന്ത്യ ലോകത്തിലെ 11ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായിരുന്നപ്പോൾ ഇന്ത്യയുടെ ദാരിദ്ര്യ നിരക്ക് കുതിച്ചുയരുകയായിരുന്നുവെന്ന് നിങ്ങളെ എല്ലാവരെയും ഞാൻ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇന്ത്യ 5ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറിയപ്പോൾ 25 കോടിയിലധികം ആളുകൾ ദാരിദ്ര്യത്തിൽ നിന്നും കരകയറി. ഇന്ത്യ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറുമ്പോൾ ദാരിദ്ര്യം തുടച്ചു നീക്കും. മധ്യവർഗം രാജ്യത്തിന്റെ ശക്തിയായി മാറും. 2024 ലോക്സഭാ തിരഞ്ഞെടുപ്പ് സർക്കാർ രൂപീകരിക്കാൻ മാത്രമല്ല, ഇന്ത്യയെ വികസിപ്പിക്കാനും ലോകത്തെ 3ാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായി മാറ്റാനുമുള്ളതാണ്. ഇതുപോലെ വികസനത്തിന്റെ ട്രെയിലർ മാത്രമേ കണ്ടിട്ടുള്ളൂ. നമുക്ക് രാജ്യത്തെ വളരെയധികം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്, പ്രധാനമന്ത്രി പറഞ്ഞു. അതേസമയം ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിക്കും NDA സർക്കാരിനുമെതിരെ ആഞ്ഞടിച്ചിരുന്നു. എന്നാൽ തിരിച്ച് അതിലും രൂക്ഷമായ ആരോപണങ്ങളാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉന്നയിച്ചിരിക്കുന്നത്.